അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ പുതിയ വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അതെനിക്കൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമായിരുന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരാൾ ബൈക്കിൽ പോകുന്നുണ്ട്. ആ ബൈക്കുകാരന് ഒരു ഏകദേശം 50 വയസ്സ് പ്രായം വരും. അപ്പോൾ ആ ബൈക്കുകാരൻ ഇങ്ങനെ ഫ്രണ്ടിൽ പോകുമ്പോൾ ഞാൻ ബൈക്ക് ശ്രദ്ധിച്ചു. ആ ബൈക്കിൻ്റെ സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റാൻഡ് മാറ്റാതെ വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആക്സിഡൻറ്റ് പറ്റും. അപ്പോൾ എനിക്ക് അയാളോട് ഇൻഫോം ചെയ്യണം ഇങ്ങനെ സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. ആൾക്കെന്താ ബോധമില്ലേ? സ്റ്റാൻഡ് മാറ്റണമെന്നുള്ളത് ആൾക്ക് ഓർമ്മയില്ലേ? ഇനി ആൾ വെള്ളം അടിച്ചിട്ടുണ്ടായിരിക്കും, ഞാനത് പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിപ്പോയി. പക്ഷേ എന്നിരുന്നാലും എൻ്റെ മനസ്സ് പറഞ്ഞു ഇല്ല, പറയണം. അങ്ങനെ ഞാൻ ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് സ്ലോലി ഓവർടേക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് തുറന്നിട്ട് ആൾ കാണത്തക്ക രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെന്നെ ശ്രദ്ധിച്ചു. ഞാൻ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തു. എന്നിട്ട് റൈറ്റ് സൈഡിലെ ഗ്ലാസ് തുറന്നിട്ട് ആളോട് പറഞ്ഞു, അതെ, ബൈക്കിലെ സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അയാളുടെ റെസ്പോൺസ് എന്താണെന്നറിയാമോ? ആ, ഓക്കെ മോളെ, മോള് പൊക്കോ. അപ്പോൾ അങ്ങനെ ഞാൻ അയാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അത് കേട്ടപ്പോൾ. ഞാനൊരു നല്ലൊരു കാര്യം പറഞ്ഞു, ആളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു റെസ്പോൺസ് കേട്ടപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം എന്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാണ്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മുടെ മനസ്സ് പറയുമല്ലോ, ആളിപ്പോൾ ബുദ്ധിമുട്ടിലാണ്, എന്തോ ആപത്തിലാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെറിയൊരു ഹെൽപ്പ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ ആൾക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക കേട്ടോ. സോ 2026 ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും. സോ താങ്ക് യു.